രാവിലെ എണീറ്റപ്പോൾ തന്നെ അമ്മ എനിക്കൊരു പണി തന്നു, കൊപ്ര വെയിലത്തിട്ട് ഉണക്കാൻ. ഞാൻ വേഗം പോയി കൊപ്രയൊക്കെ നിരത്തി. പക്ഷെ അതിനുശേഷം വെയിൽ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇന്നൊന്ന് പുറത്തു പോകാനുണ്ടായിരുന്നു. വേഗം തന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. പോകുന്ന വഴിക്ക് പനന്നുങ്ങ് വഴിയിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് വാങ്ങിച്ച് നമ്മൾ അടുത്തായിട്ട് പോണത് വർക്ക്ഷോപ്പിലേക്കായിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക് ഓയിൽ ചേഞ്ച് ചെയ്തിട്ട് രാത്രി ഷെയ്ക്ക് അടിക്കാമെന്ന് അമ്മ പറഞ്ഞപ്പോൾ 2 പാക്കറ്റ് പാലും വാങ്ങിച്ച് ഫ്രൂട്ട്സ് കടയിലേക്ക് ചിക്കു വാങ്ങിക്കാൻ വേണ്ടി പോയി. അവിടെ ചിക്കു അധികം പഴുത്തിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും ഏകദേശം പഴുത്ത് നോക്കി എടുത്തു. പോണ വഴിയിലെല്ലാം പൂരത്തിൻ്റെയും പെരുന്നാളിൻ്റെയും ഫ്ലെക്സ് ആയിരുന്നു. ഇനി അങ്ങോട്ട് പൂരത്തിൻ്റെയും പെരുന്നാളിൻ്റെയും കാലമാണല്ലോ. ഉപ്പിലിട്ട് നെല്ലിക്കയും മാങ്ങയും കണ്ടപ്പോൾ അത് കുറച്ച് വാങ്ങിച്ച് വീട്ടിലേക്ക് വന്നു. നല്ല മഴക്കാറ് കണ്ടപ്പോൾ രാവിലെ ഇട്ട കൊപ്പറെടുത്ത് വീട്ടിലെടുത്ത് വെച്ച് ഫുഡും കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. വീട്ടിലുണ്ടായിരുന്ന പഴയ തയ്യൽ മെഷീനായിരുന്നു ഇത്. അമ്മ തയ്യൽ പഠിച്ചതും ഞാൻ തയ്യൽ പഠിച്ചതും ഇതിൽ തന്നെയായിരുന്നു. പുതിയത് കിട്ടിയപ്പോൾ പഴയത് നമ്മൾ വിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടായിരുന്നു നമ്മളിത് കാറിൻ്റെ ഡിക്കിയിലേക്ക് കയറ്റിയത്. നേരത്തെ വാങ്ങിയ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും കഴിക്കുമ്പോഴേക്കും കട എത്തി. ഈ പഴയ തയ്യൽ മെഷീൻ അവിടെ വിറ്റപ്പോൾ നമുക്ക് കിട്ടിയത് 1600 രൂപയായിരുന്നു. അതിലൊരു 100 രൂപയ്ക്ക് നമ്മൾ വഴി കണ്ട ചായക്കടയിൽ കയറി ചായയും കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കുടിച്ചു. രാവിലെ വാങ്ങിച്ച പനന്നുങ്ങ് ഫ്രിഡ്ജിലെടുത്ത് തണുത്തിരിക്കുന്നുണ്ടായിരുന്നു. അതും എടുത്ത് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ദിവസം അവസാനിച്ചു.